ചെൽസി എന്ന് പറയുന്ന ക്ലബ് ഇന്നലത്തെ വിജയത്തോടെ വെറും ഒരു ട്രോഫി മാത്രമല്ല നേടിയിരിക്കുന്നത്, ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്രം എഴുതിയിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ഫസ്റ്റ് ആൻഡ് ദി ഓൺലി ക്ലബ് ടു വിൻ എവറി UEFA ട്രോഫീസ്, അതായത് കോമ്പറ്റീഷൻസ് ഈ ക്ലബ്ബ് തരത്തിലുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UEFA ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്, UEFA യൂറോപ്യൻ ലീഗ് അടിച്ചിട്ടുണ്ട്, കപ്സ് വിന്നേഴ്സ് ക്ലബ്ബ് അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ കപ്പും ഇപ്പോൾ ലാസ്റ്റായിട്ട് യൂറോപ്യ കോൺഫറൻസ് ലീഗും കൂടെ അടിച്ചതോടെ നിലവിലൊരു ക്ലബിന് UEFA അണ്ടറിൽ എടുക്കാവുന്ന എല്ലാ മേജർ ട്രോഫീസും അടിച്ചിട്ടുള്ള ഏക ടീമായി മാറിയിരിക്കുകയാണ് ആര്? ചെൽസി എന്നുള്ളതാണ് കേട്ടോ. യെസ്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റയൽ ബെറ്റിസിനോടൊരു സ്നേഹം അത് നമുക്കും ഉണ്ടായിരുന്നു. തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വിഷമം നമുക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി അത് ആൻ്റണിയോടുള്ള ഒരു സംഭവം കൂടെയാണ്. കാരണം യുണൈറ്റഡിൽ നിന്ന് ഒരു മീം മാത്രമായിരുന്ന മനുഷ്യൻ റയൽ ബെറ്റിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ആൾക്കാരുടെ ഇടയിലേക്ക് പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ചെൽസി ഈസ് ബിക്കമിങ് ലൈക്ക് ദേ ആർ ക്രിയേറ്റിംഗ് ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ യൂറോപ്യ കോൺഫറൻസ് ലീഗിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ചെൽസി എവിടെ പോയി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു കളി. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജെയിംസും ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞപ്പോൾ ദേ ജസ്റ്റ് ബിക്കം എ ടീം. പിന്നെ അങ്ങോട്ടുണ്ടായിരുന്ന ഒരു ചെൽസി ഉണ്ടല്ലോ, അതാണ് മക്കളെ ചെൽസി. വെറുതെ ഒന്നുമല്ല അവർ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് എന്നുള്ളത് തെളിയിച്ച് തന്നിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് തന്നെയാണ്. എന്തായാലും ഇറ്റ് വാസ് എ വെരി ഗുഡ് ഫുട്ബോളിങ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക.